ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. നമ്മുടെ ഇന്നത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിൽ നമ്മൾ 107/2025 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകൾ കാണാത്തവർ അത് പോയി കാണണേ. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? ആരാണ്? നമുക്കറിയാം, വാഗ്ഭടാനന്ദനാണ് അല്ലെ. ഓക്കെ. അടുത്തത്, കൊയ്ന്ന ഇലകൾ ആരുടെ ആത്മകഥയാണ്? കൊയ്ന്ന ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊയ്ന്ന ഇലകൾ. ഓക്കെ. ഇനി ഓപ്ഷനിൽ നോക്കാം. കെ പി കേശവമേനോൻ. കെ പി കേശവമേനോന്റെ ആത്മകഥ ഏതാണ്? നമുക്കറിയാം, കഴിഞ്ഞ കാലാണ് കേട്ടോ. കഴിഞ്ഞ കാലം. കഴിഞ്ഞ കാലമാണ് ആരുടെ ആത്മകഥ? കെ പി കേശവമേനോന്റെ ആത്മകഥ കേട്ടോ. പിന്നെ വി ടി ഭട്ടതിരിപ്പാടിന് നമുക്കറിയാം കണ്ണീരും കിനാവും അല്ലെ. കണ്ണീരും കിനാവാണ് വി ടി ഭട്ടതിരിപ്പാടിന് കേട്ടോ. ഓക്കെ. ഫാത്തിമ ബീവി. ആരാണ് ഫാത്തിമ ബീവി? ആരാണ്? ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയായി നിയമിതയായതാണ് ജസ്റ്റിസ് എം ഫാത്തിമ ബീവി കേട്ടോ. ഓക്കെ. 1989 ഓക്കെ. അടുത്തത്, ആന്ധ്രാപ്രദേശിന്റെ നൃത്തരൂപം ഏതെന്നാണ് കേട്ടോ. ആന്ധ്രാപ്രദേശിന്റെ നൃത്തരൂപം ഏതെന്നാണ്? ഏതാണ്? കുച്ചിപ്പുടിയാണ് കേട്ടോ. ഓപ്ഷൻ എ കുച്ചിപ്പുടി. ഓക്കെ. അപ്പൊ മോഹിനിയാട്ടം. മോഹിനിയാട്ടം നമുക്കറിയാം നമ്മുടെ കേരളത്തിന്റെ തനതായ നൃത്തരൂപമാണ് അല്ലെ മോഹിനിയാട്ടം. അതുപോലെ തന്നെ ഭരതനാട്യം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ നൃത്തരൂപമാണ്. അതുപോലെ തമിഴ്നാടിന്റെ സംഭാവന കൂടിയാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ നൃത്തരൂപമാണ് ഭരതനാട്യം. ഓക്കെ. യക്ഷഗാനം കർണാടക സംസ്ഥാനത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പരമ്പരാഗത കലാരൂപമാണ് കേട്ടോ യക്ഷഗാനം. അടുത്തത്, ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയ കേരളീയൻ ആരെന്നാണ് കേട്ടോ. ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയ കേരളീയൻ ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ് നമുക്കറിയാം. അടുത്തത്, തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചതാര്? തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചതാര്? ആരാണ്? സി പി രാമസ്വാമി അയ്യരാണ് കേട്ടോ. സി പി രാമസ്വാമി അയ്യരാണ് തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത്. ഓക്കെ. ആറാമത്തെ ക്വസ്റ്റ്യൻ, പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ കെ എം പണിക്കരാണ് കേട്ടോ. സർദാർ കെ എം പണിക്കരാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ. അപ്പോ സർദാർ കെ എം പണിക്കര് 1941 എഴുതിയ പ്രശസ്തമായിട്ടുള്ള ചരിത്ര നോവലാണ് കേട്ടോ കേരള സിംഹം എന്നാണ്. 1941 ഈ ഒരു നോവൽ എഴുതുന്നത്. നമുക്കറിയാം, ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായിട്ട് പോരാടിയിട്ടുള്ള പഴശ്ശിരാജയെ പറ്റിയിട്ടുള്ള നോവലായിരുന്നു ഏത് കേരള സിംഹം കേട്ടോ. ഓക്കെ. അടുത്തത്, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. അടുത്തത്, ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? ശ്രീ ചിത്തിര തിരുനാളാണ് കേട്ടോ. ശ്രീ ചിത്തിര തിരുനാൾ ആണ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 9ാമത്തെ ക്വസ്റ്റ്യൻ, ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ആരെന്നാണ് കേട്ടോ. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ആരാണ്? നമുക്കറിയാം, കഴ്സൺ പ്രഭു ആണ് അല്ലെ. ഓക്കെ. ബംഗാൾ വിഭജനത്തെ റദ്ദ് ചെയ്തത് ആരായിരുന്നു? റദ്ദ് ചെയ്തത് ആരുടെ കാലഘട്ടത്തിലാണ്? ഹാർഡിഞ്ച് പ്രഭു ആണ് കേട്ടോ. 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്യുന്നത് ഹാർഡിഞ്ച് പ്രഭു ആണ്. ഹാർഡിഞ്ച് പ്രഭു. അടുത്തത്, 10ാമത്തെ ക്വസ്റ്റ്യൻ, വിമോചന സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? വിമോചന സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു എന്നാണ് ചോദിച്ചത് കേട്ടോ. ആരുടെ നേതൃത്വത്തിലാണ് വിമോചന സമരം നടന്നിട്ടുള്ളത്? ഓപ്ഷൻ ബി, മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലാണ് കേട്ടോ. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലാണ്. ഓക്കെ. അപ്പൊ എന്താണ് ഈ വിമോചന സമരം? EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ നടന്നിട്ടുള്ള സമരമാണിത്. 1959 നടന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രക്ഷോഭമാണ് ഈ ഒരു വിമോചന സമരം കേട്ടോ. ഓക്കെ. അപ്പൊ ഈ ഒരു സമരത്തിന് നേതൃത്വം കൊടുത്തത് മന്നത്ത് പത്മനാഭനാണ്.
അപ്പൊ NSSന്റെ സ്ഥാപകനായിട്ടുള്ള മന്നത്ത് പത്മനാഭനാണ് ഈ ഒരു വിമോചന സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് കേട്ടോ. എവിടെ മുതൽ എവിടം വരെ ആയിരുന്നു? അങ്കമാലി മുതൽ തിരുവനന്തപുരം ഉള്ള ജാഥയായിരുന്നു. ഇതിന്റെ ഫലമായിട്ടാണ് 1959 ജൂലൈ 31 ഭരണഘടനയുടെ 356 വകുപ്പ് പ്രകാരം എന്ത് കേന്ദ്ര സർക്കാരിൽ ഈ ഒരു വകുപ്പ് പ്രകാരം എന്താണ് EMS സർക്കാരിനെ പിരിച്ചുവിടുന്നത് കേട്ടോ. 356 ഇപ്പോഴും ചോദിക്കാറുള്ളതാണ്. 356 വകുപ്പ് പ്രകാരമാണ് കേട്ടോ. 356 വകുപ്പ് പ്രകാരമാണ് EMS സർക്കാരിനെ പിരിച്ചുവിടുന്നത്. 1959 ജൂലൈ 31 കേട്ടോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ പത്രമാണ് കേട്ടോ നാഷണൽ ഹെറാൾഡ്. അടുത്തത്, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആരായിരുന്നു? ഓപ്ഷൻ സി ആണ്, ദാദാഭായ് നവറോജിയാണ് കേട്ടോ. അടുത്തത്, ഗാന്ധിജി തന്റെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലായിരുന്നു? ഏതാണ്? ഗുജറാത്തി ഭാഷയിലായിരുന്നു. അടുത്തത്, ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരായിരുന്നു? ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, കഥകളിയിൽ സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന വേഷം ഏതെന്നാണ് കേട്ടോ. ഏതാണ്? മിനുക്കാണ്. ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1950 മുതൽ ഭരണഘടനയിലെ സ്വത്തവകാശത്തെ പരിമിതപ്പെടുത്തുവാൻ നിരവധി നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 1978 എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്താവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത്? അപ്പൊ 1978 പറഞ്ഞിട്ടുണ്ട്. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഏതാണ്? 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്താവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളെ ലക്ഷ്യങ്ങൾ, നയങ്ങൾ, ന്യായവാദാർഹമല്ലാത്ത അവകാശങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം. താഴെ പറയുന്നവയിൽ നയങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണെന്നാണ് കേട്ടോ. ഇതൊക്കെ ഒരു SCERT ഫാക്ട് ആണ് കേട്ടോ. ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളെ ലക്ഷ്യങ്ങൾ, നയങ്ങൾ, ന്യായവാദാർഹമല്ലാത്ത അവകാശങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം. താഴെ പറയുന്നവയിൽ നയങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഏതാണ്? ഏകീകൃത സിവിൽ കോഡാണ് നയങ്ങളിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇതില് മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുവാനും രാജ്യത്തിലെ വനങ്ങളെയും വന്യജീവികളെയും പരിരക്ഷിക്കുവാനും രാഷ്ട്രം യത്നിക്കേണ്ടതാണെന്നുള്ളതാണ് മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടാത്തത് കേട്ടോ. ഓക്കെ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ഏത് അവകാശത്തെയാണെന്നാണ് കേട്ടോ. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ഏത് അവകാശത്തെയാണ്? ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ് കേട്ടോ. ആർട്ടിക്കിൾ 32 ഇത് പറയുന്നത്. ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയിലെ അനുച്ഛേദം 21A ആർട്ടിക്കിൾ 21A ഉറപ്പുവരുത്തുന്നത് എന്താണെന്നാണ്? ഓക്കെ. ഇത് ഓപ്ഷൻ ഡി, 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും രാഷ്ട്രം നിയമം വഴി തീരുമാനിക്കുന്ന അങ്ങനെയുള്ള രീതിയിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്യേണ്ടതാണെന്നുള്ളതാണ് ആർട്ടിക്കിൾ 21A പറയുന്നത് കേട്ടോ. അടുത്തത്, ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂതാട്ടമായി ഒരു ഇന്ത്യൻ പത്രാധിപർ വിശേഷിപ്പിച്ചത് എന്തിനെയായിരുന്നു? ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂതാട്ടമായി ഒരു ഇന്ത്യൻ പത്രാധിപർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ ആൻസർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഏതായിരുന്നു? ഓപ്ഷൻ A ആയിരുന്നു കേട്ടോ. അതായത് പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് ആയിരുന്നു ആൻസർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഫൈനൽ ആൻസർ കീഴിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാളെ നമ്മൾ ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ അടിമത്തത്തിൽ നിന്നും മോചിതരാകും. പക്ഷേ ഈ അർദ്ധരാത്രിയിൽ ഇന്ത്യ വിഭജിക്കപ്പെടും. അതുകൊണ്ട് നാളത്തെ ദിവസം ആഹ്ലാദത്തിന്റെ എന്നതുപോലെ കഠിനമായ ദുഃഖത്തിന്റേതുമാണ്. ഈ പ്രസ്താവന ആരുടേതാണ്? മഹാത്മാഗാന്ധിയുടെ പ്രസ്താവനയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സാമ്പത്തിക വിദഗ്ധൻ ആരാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സാമ്പത്തിക വിദഗ്ധൻ ആരാണ്? ആരാണ്? KN രാജാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അട്ടർലി ബട്ടർലി ഡെലീഷ്യസ് എന്ന പരസ്യഗാനവും വെണ്ണ പുരട്ടി പൊരിച്ച റൊട്ടി പിടിച്ചു നിൽക്കുന്ന വാത്സല്യം തോന്നുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ ചിത്രവും ബന്ധപ്പെട്ടിരിക്കുന്നത് ആരുമായിട്ടാണെന്നാണ് കേട്ടോ. അതാണ് അമൂലിന്റെ പരസ്യമാണ് അല്ലെ. അടുത്തത്, ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് കേട്ടോ. അപ്പൊ ആ ഓർഡർ ഒന്ന് നമുക്ക് നോക്കല്ലേ. അപ്പൊ റഷ്യ അല്ലെ, റഷ്യ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം. റഷ്യ എന്ന് നമുക്കറിയാം. റഷ്യ. സെക്കൻഡ് വരുന്നത് കാനഡ ആണ് കേട്ടോ, കാനഡ. അടുത്തത് USA, അല്ലെങ്കിൽ അടുത്തത് ചൈന, ബ്രസീൽ, ഓസ്ട്രേലിയ, അടുത്തത് ഇന്ത്യ കേട്ടോ. അപ്പൊ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഈ ഒരു ഓർഡർ പഠിക്കണം കേട്ടോ. അടുത്തത്, ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മരുഭൂമി ഏതാണ്? വടക്കു പടിഞ്ഞാറായിട്ട് സ്ഥിതി ചെയ്യുന്ന മരുഭൂമി ഏതെന്നാണ് കേട്ടോ. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായിട്ട് സ്ഥിതി ചെയ്യുന്ന മരുഭൂമി ഥാർ മരുഭൂമിയാണ് കേട്ടോ, ഥാർ മരുഭൂമി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദക്ഷിണേന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ് കേട്ടോ, ഗോദാവരിയാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? നമുക്കറിയാം, ഗംഗാ നദിയാണ് കേട്ടോ. ഗംഗാ നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗംഗ ആണ് കേട്ടോ. ഓക്കെ, ഏകദേശം 2525 കിലോമീറ്റർ ആണ് കേട്ടോ. ഓക്കെ, അടുത്തത്, അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം ഏത്? അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം ഏതാണ്? ലക്ഷദ്വീപ് ആണ്. അടുത്തത്, പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏത്? പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണിനം ഏതെന്നാണ് കേട്ടോ. കറുത്ത മണ്ണാണ്. അടുത്തത്, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? പെരിയാറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏത്? സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? സൈലന്റ് വാലി ദേശീയോദ്യാനാണ് അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? പുന്നമട കായലിലാണ് കേട്ടോ. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏത്? 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? വയനാട് ജില്ല ആണ് അല്ലെ. ഏതാണ്? നമുക്കറിയാം ഏതൊക്കെയാണ്. വയനാട് ജില്ല കർണാടക, തമിഴ്നാട് എന്നീ 2 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം ഏതെന്നാണ് കേട്ടോ. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ്, പീച്ചി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ഏത്? കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ് അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ കാറ്റിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ കാറ്റാടിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരളത്തിലെ ഏറ്റവും വലിയ കാറ്റാടിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടാണ്? കഞ്ചിക്കോടാണ് കേട്ടോ. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കിയാണ് കേട്ടോ. അപ്പൊ ഇതൊരു അപ്ഡേറ്റ് വന്നാണ് അല്ലെ. കുറച്ചു മുമ്പ് വരെ പാലക്കാടായിരുന്നു, ഇപ്പൊ ഇടുക്കിയാണ്. പ്രദേശം ഇടുക്കിയിലേക്ക് കൂട്ടിച്ചേർത്തത് കൊണ്ടാണ് ഇപ്പൊ ഇടുക്കി ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? എറണാകുളമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ പേപ്പർ മിൽ സ്ഥാപിച്ചത് എവിടെ? കേരളത്തിലെ ആദ്യ പേപ്പർ മിൽ സ്ഥാപിച്ചത് എവിടെയാണെന്ന്? ഓപ്ഷൻ ഡി, പുനലൂരാണ് കേട്ടോ. പുനലൂരാണ് കേരളത്തിലെ ആദ്യ പേപ്പർ മിൽ സ്ഥാപിച്ചത്, പുനലൂരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏത്? സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? O രക്തഗ്രൂപ്പ് ആണ് കേട്ടോ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശ്വാസകോശത്തിന്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന പേശീഭിത്തി ഏത്? ശ്വാസകോശത്തിന്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന പേശീഭിത്തി ഏത്? ഏതാണ്? ഓപ്ഷൻ ഡി ഡയഫ്രം ആണ് കേട്ടോ. അടുത്തത്, താഴെ തന്നിട്ടുള്ള ജോഡികളിൽ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ വിറ്റാമിനുകൾ ഏതെല്ലാം എന്നാണ് കേട്ടോ. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ജീവകം ബിയും സിയും ആണ് കേട്ടോ. ബിയും സിയും ആണ് ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ. താഴെ തന്നിരിക്കുന്നവയിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗം ഏത്? ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗം ഏതെന്നാണ്? ടൈഫോയിഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ള സൂചനകളിൽ ശരിയായത് ഏതെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ ഇതില് ശരിയായിട്ടുള്ള ക്രമം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. അയഡിൻ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വളർച്ചയ്ക്ക് എന്നുള്ളതും ഇരുമ്പ് ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, ഇതിൽ എന്താണ് ഇവിടെ രണ്ടും പിന്നെന്താണ് ചേഞ്ച് ചെയ്താ കൊടുത്തിട്ടുള്ളത്. സോഡിയം എന്താണ്? ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്തുന്നതിനുമാണ് വേണ്ടത്. കാൽസ്യം എല്ലുകളുടെ രൂപീകരണത്തിനുമാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മലമ്പനി രോഗം പരത്തുന്ന കൊതുക് ഏതാണ്? മലമ്പനി രോഗം പരത്തുന്ന കൊതുക് ഏതെന്നാണ് കേട്ടോ. ഏതാണ്? അനോഫിലിസ് കൊതുകാണ് മലമ്പനി രോഗം പരത്തുന്ന കൊതുക്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ തോത് കുറയ്ക്കുന്ന ഹോർമോൺ ഏതെന്നാണ്? രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ തോത് കുറയ്ക്കുന്ന ഹോർമോൺ ഏതാണ്? ഏതാണ്? ഓപ്ഷൻ ബി ഇൻസുലിൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ഏതെന്നാണ്? ഏതാണ്? ഓപ്ഷൻ സി മൃതസഞ്ജീവനിയാണ് കേട്ടോ. മൃതസഞ്ജീവനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൊഴുപ്പടിഞ്ഞ ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലമുണ്ടാകുന്ന ഒരു ജീവിതശൈലി രോഗമാണ് ഏത്? ഏതാണ് ഈ ജീവിതശൈലി രോഗം? ഏതാണ്? ഓപ്ഷൻ എ അമിത രക്തസമ്മർദ്ദമാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സർക്കാർ തുടക്കം കുറിച്ചിട്ടുള്ള അശ്വമേധം എന്ന പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അശ്വമേധം പദ്ധതി ഏത് രോഗവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏതാണ്? കുഷ്ഠരോഗമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള GK പാർട്ട് എന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് കേട്ടോ. ഇനി അങ്ങോട്ട് നമ്മുടെ ഈ ഒരു സിലബസ് എന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇനി ബാക്കി 50 ക്വസ്റ്റ്യൻസ് വരുന്നത്. അതായത് പിന്നെ എന്താണ് ഫോറസ്റ്റ് ഡ്രൈവർ, അതുപോലെ സെക്യൂരിറ്റി ഗാർഡ്, ഇങ്ങനെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ നടത്തിയിട്ടുള്ള എക്സാം ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സിലബസ് എന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ബാക്കി 50 ക്വസ്റ്റ്യൻസ് കേട്ടോ. എന്തായാലും ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. വേണ്ടാത്തവര് സ്കിപ്പ് ചെയ്യട്ടോ. ഓക്കെ, 51ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ഹെവി ഗുഡ്സ് വാഹനത്തിന്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് കിലോഗ്രാമിൽ കവിയും. കിലോഗ്രാമിൽ കവിയും എന്നാണ് കേട്ടോ. എത്ര കിലോഗ്രാമിലാണ് കവിയുന്നത്? എന്താണ്? 12,000 കിലോഗ്രാമിൽ കവിയുന്നതാണ് കേട്ടോ. ഒരു ഹെവി ഗുഡ്സ് വാഹനത്തിന്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 12,000 കിലോഗ്രാമിൽ കവിയും. അടുത്തത്, ടെമ്പറേച്ചർ ഗേജ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് കേട്ടോ. ഏതാണ്? എഞ്ചിന്റെ താപനില അളക്കാനായിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂട്ടേൺ എടുക്കാൻ അനുവദനീയമല്ലാത്തത് എവിടെയാണ്? മുകളിൽ പറഞ്ഞതെല്ലാം കേട്ടോ. അതായത് എവിടെയാണോ യൂട്ടേൺ റോഡ് അടയാളത്താലും ഗ്രാഫിക് സിഗ്നലാലും നിരോധിച്ചിരിക്കുന്നത് അവിടെ, ഒരു മേജർ റോഡിലോ ഹൈവേയിലോ എക്സ്പ്രസ് ഹൈവേയിലോ തുടർച്ചയായ ഗതാഗതമുള്ള തിരക്കേറിയ റോഡുകളിൽ ഇവിടെയൊന്നും യൂട്ടേൺ എടുക്കാൻ അനുവദിക്കുന്നില്ല കേട്ടോ. അടുത്തത്, ക്ലച്ച് ഡിസ്ക് ഫ്ലൈ വീലുമായി ബന്ധപ്പെടുന്ന പോയിന്റ് ഏതെന്നാണ്? ഏതാണ്? ബൈറ്റിംഗ് പോയിന്റ് ആണ്. അടുത്തത്, ഒരു ജംഗ്ഷനിൽ നേരെ പോകുന്നതിനുള്ള സിഗ്നൽ. ഓക്കെ, ഒരു ജംഗ്ഷനിൽ നേരെ പോകുന്നതിനുള്ള സിഗ്നൽ ആണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? സിഗ്നലിന്റെ ആവശ്യമില്ല. ഇനി മാൻഡേറ്ററി സൈനുകളുടെ രൂപമാണ് കേട്ടോ. മാൻഡേറ്ററി സൈനുകളുടെ രൂപം എങ്ങനെയാണ്? ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഓപ്ഷൻ ഡി ആയിരുന്നു കേട്ടോ. അതായത് വൃത്തം എന്നായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഫൈനൽ ആൻസർ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വാഹനം 84 കിലോമീറ്റർ സഞ്ചരിക്കാൻ 7 ലിറ്റർ ഡീസൽ ചിലവാവുകയാണെങ്കിൽ ആ വാഹനത്തിന്റെ ഇന്ധനക്ഷമത എത്രയാണെന്നാണ് കേട്ടോ. ഇന്ധനക്ഷമതയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതില് 12 കിലോമീറ്റർ പ്രതി ലിറ്റർ എന്നാണ്. ഇനി ഡിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ്? എഞ്ചിൻ ഓയിൽ ലെവൽ അളക്കാനാണ് ഡിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത്. വാഹനത്തിന്റെ ഗതികോർജം താപോർജമാക്കി മാറ്റുന്ന സംവിധാനം ഏതെന്നാണ്? അത് ബ്രേക്ക് ആണ്. എങ്ങനെ ഓവർടേക്ക് ചെയ്യണമെന്ന് എവിടെയാണ് പറയുന്നത്?
ഡ്രൈവിംഗ് റെഗുലേഷൻസിലാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു പെട്രോൾ എഞ്ചിന്റെ ഭാഗമല്ലാത്തത്? ഇതിലേതാണ് ഒരു പെട്രോൾ എഞ്ചിന്റെ ഭാഗമല്ലാത്തത്? ഗ്ലോ പ്ലഗ് ആണ് കേട്ടോ. നിലവിൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി കഴിഞ്ഞാൽ തുടർന്നും വാഹനം ഓടിക്കാവുന്നത് ഗ്രേസ് പീരീഡ് എത്ര കാലമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗ്രേസ് പീരീഡ് എത്ര കാലമാണ്? ഗ്രേസ് പീരീഡ് ഇല്ല. ഒരു കാറിന്റെ മുന്നിലെയും പിന്നിലെയും ആക്സിലുകളുടെ മധ്യം തമ്മിലുള്ള അകലം ഏതാണ്? വീൽ ബേസ് ആണ് കേട്ടോ. താഴെ പറയുന്നവയിൽ ഒരു വാഹനത്തിന്റെ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിന്റെ ഉദ്ദേശ്യം അല്ലാത്തത് ഏതെന്നാണ്? ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസറും ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് പവർ വ്യത്യാസപ്പെടുത്താൻ എന്നായിരുന്നു. പക്ഷെ ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്താണ്. ഒരു വാഹനം വളവ് തിരിയുമ്പോൾ ഒരു ആക്സിലിലെ ടയറുകൾ വ്യത്യസ്ത വേഗതയിൽ കറങ്ങാൻ ഉപയോഗിക്കുന്ന സംവിധാനം ഏതെന്നാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? ഡിഫറൻഷ്യൽ ആണ്. 4 സ്ട്രോക്ക് എഞ്ചിനിലെ ഒരു സ്ട്രോക്ക് അല്ലാത്തത്. 4 സ്ട്രോക്ക് എഞ്ചിനിലെ ഒരു സ്ട്രോക്ക് അല്ലാത്തതിൽ ഇതിലേതാണെന്നാണ്? കിക്കാണ്. എന്താണ് ഷോൾഡർ ചെക്ക്? എന്താണ് ബ്ലൈൻഡ് സ്പോട്ട് തലതിരിച്ച് പരിശോധിക്കുന്നത്. കൂളന്റ് ഉപയോഗിക്കുന്നത് എന്തിനാണ് കൂളന്റ് ഉപയോഗിക്കുന്നത്? എഞ്ചിൻ തണുപ്പിക്കാനാണ് അല്ലെ. ഡ്രൈവറുടെ മുന്നോട്ടുള്ള നോട്ടത്തിലും വാഹനത്തിന്റെ കണ്ണാടിയിലും കാണാത്ത ഭാഗം ഏതാണ്? ഡ്രൈവറുടെ മുന്നോട്ടുള്ള നോട്ടത്തിലും വാഹനത്തിന്റെ കണ്ണാടിയിലും കാണാത്ത ഭാഗം ഏതാണ്? ബ്ലൈൻഡ് സ്പോട്ട് ആണ്. മാൻഡറ്ററി സൈനുകളുടെ രൂപം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് എന്താണ് ഇവിടെയും ഈ ഒരു ക്വസ്റ്റ്യന് ഡിലീറ്റ് ചെയ്യാണ് ചെയ്തത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു പുതിയ വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരിക്കേണ്ടത് എന്താണ്? ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് വേണം അല്ലെ. ബ്രേക്ക് അമിതമായി ഉപയോഗിച്ച മൂലം ലൈനർ ചൂടായി ബ്രേക്ക് ലഭിക്കാത്ത അവസ്ഥയെ പറയുന്ന പേരെന്താണ്? ബ്രേക്ക് ഫേഡിംഗ് എന്നാണ് കേട്ടോ. അടുത്തത് ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിക്കുന്നത് ബാറ്ററിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാഹനങ്ങളിലെ പിന്നിലെ വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന കണ്ണാടി റിയർ വ്യൂ മിറർ ഏത് തരമാണ്? റിയർ വ്യൂ മിറർ ഏത് തരമാണ്? കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇവിടെ കോൺവെക്സ് മിറർ ആണ് യൂസ് ചെയ്യുന്നത്. വാഹനത്തിന്റെ രാസോർജം ഗതികോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനം ഏതാണെന്നാണ്? എഞ്ചിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, BS6 വാഹനങ്ങളുടെ പുക പരിശോധിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ കാലാവധി എത്രയാണെന്നാണ് കേട്ടോ. 1 വർഷമാണ്. അത് ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസിന്റെ കാലാവധി ഓപ്ഷൻ ബി ആണ്, 5 വർഷമാണ്. താഴെ പറയുന്ന വാഹനങ്ങളിൽ പെർമിറ്റ് ആവശ്യമുള്ളത് സ്കൂൾ ബസ്സിനാണ് കേട്ടോ. വാഹനം സഞ്ചരിച്ച ദൂരം അളക്കുന്നതിനുള്ള ഉപകരണമാണ് കേട്ടോ ഓഡോമീറ്റർ ആണ് കേട്ടോ. ഓടിയ ദൂരം അളക്കുന്നത് ഓഡോമീറ്റർ. അടുത്ത പ്രഷർ ഗേജ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ടയറിലെ വായുമർദ്ദം അളക്കാനാണ് കേട്ടോ. അടുത്തത് കോസ്റ്റിംഗ് എന്നാൽ എന്താണ്? ക്ലച്ച് അമർത്തി പിടിച്ചോ ഗിയർ ന്യൂട്രലിലോ ഇട്ടോ ഇറക്കം ഇറങ്ങുന്നതിനെയാണ് കോസ്റ്റിംഗ്. അടുത്തത് സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിച്ചാൽ മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള പരമാവധി പിഴ എത്രയാണെന്നാണ് കേട്ടോ. എത്രയാണ്? 1000 രൂപയാണ്. അടുത്തത് ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിൽ കുടുങ്ങിയ വായു നീക്കം ചെയ്യുന്ന പ്രക്രിയ ഏതാണ്? ബ്ലീഡിംഗ് ആണ്. അടുത്തത്, ഒരു വാഹനത്തിന്റെ എഞ്ചിൻ നിന്ന് ബഹിർഗമിക്കുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന വിഷവാതകങ്ങൾ ഏതൊക്കെയാണ് വിഷവാതകങ്ങൾ? മുകളിൽ പറഞ്ഞവയെല്ലാം എന്നാണ്. അതായത് കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, സൾഫർ ഓക്സൈഡ്. അടുത്തത്, എഞ്ചിൻ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിന്റെ ഉദ്ദേശം ഏതാണ്? മുകളിൽ പറഞ്ഞവയെല്ലാം എന്നാണ് വരുന്നത്. അതായത് ഘർഷണം കുറയ്ക്കാനാണ്, പവർ നഷ്ടം കുറയ്ക്കുക, തേയ്മാനം കുറയ്ക്കുക. ഇതൊക്കെ എഞ്ചിൻ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിന്റെ ഉദ്ദേശങ്ങളിൽ പെട്ടാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വാഹനത്തിന്റെ ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റും സൾഫ്യൂരിക് ആസിഡ് ഡാഷ് എന്നിവയുടെ ഒരു മിശ്രിതമാണ്. അപ്പൊ എന്താണ് ഇലക്ട്രോലൈറ്റ്? സൾഫ്യൂരിക് ആസിഡിന്റെയും മറ്റെന്തിന്റെയും മിശ്രിതമാണ്? എന്താണ് ആൻസർ?
ജലത്തിന്റെയും മിശ്രിതമാണ്. സൾഫ്യൂരിക് ആസിഡിന്റെയും ജലത്തിന്റെയും മിശ്രിതമാണ് ഇലക്ട്രോലൈറ്റ്. ഹെവി വാഹനങ്ങളുടെ പാർക്കിംഗ് ബ്രേക്ക് സാധാരണയായി ഏത് ചക്രങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്? ഹെവി വാഹനങ്ങളുടെ പാർക്കിംഗ് ബ്രേക്ക് ഏത് ചക്രങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് കേട്ടോ. ഏതാണ്? പിന്നിലെ ചക്രങ്ങളിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗിന്റെ ഗുണങ്ങൾ. ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗിന്റെ ഗുണങ്ങൾ ഏതെന്നാണ് കേട്ടോ. ഏതാണ്? മുകളിൽ പറഞ്ഞവയെല്ലാം. അതായത് സ്റ്റിയറിംഗ് ആയാസം കുറയ്ക്കുന്നു, റോഡിൽ നിന്നുള്ള ആഘാതം കുറയ്ക്കുന്നു, സുരക്ഷ കൂട്ടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രൈവറെ കൂടാതെ പരമാവധി 6 യാത്രക്കാരെ കയറ്റാവുന്ന വാഹനം ഏതാണ്? ഏതാണ്? മോട്ടോർ ക്യാബാണ്. ഒരു ഹെവി ഗുഡ്സ് മോട്ടോർ വാഹനത്തിന്റെ കേരളത്തിൽ നഗരപരിധിയിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത എത്രയാണെന്നാണ്. ഏതാണ്? 50 കിലോമീറ്റർ പെർ മണിക്കൂറാണ്. താഴെ പറയുന്നതിൽ എന്ത് സൂചിപ്പിക്കാനാണ് കൈകൊണ്ട് നൽകേണ്ട സിഗ്നൽ നിലവിലില്ലാത്തത്? ഏതാണ്? വേഗത കുറയ്ക്കാനാണ് കേട്ടോ. ഒരു തുരങ്കത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപായി ഡ്രൈവർ ഡാഷ് ലൈറ്റ് ഓൺ ആക്കേണ്ടതാണ്. ഏത് ലൈറ്റാണ് ഓൺ ആക്കേണ്ടത്? ഡിപ്ഡ് ലൈറ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രൈവിംഗ് ലൈസൻസിന്റെ അയോഗ്യത കൽപ്പിക്കാവുന്ന കാരണം. ഡ്രൈവിംഗ് ലൈസൻസിന്റെ അയോഗ്യത കൽപ്പിക്കാവുന്ന കാരണം ഏതെന്നാണ്? മുകളിൽ പറഞ്ഞവയെല്ലാം. അമിതഭാരം കയറ്റി ഗുഡ്സ് വാഹനം ഓടിക്കുക, അമിത വേഗതയിൽ വാഹനം ഓടിക്കുക, മദ്യപിച്ച് വാഹനം ഓടിക്കുക. ഇതൊക്കെ എന്താണ്? ഡ്രൈവിംഗ് ലൈസൻസിന്റെ അയോഗ്യത കൽപ്പിക്കാവുന്ന കാരണങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഏത് വാഹനത്തിനാണ് പ്രഥമ പരിഗണന നൽകേണ്ടത്? പ്രഥമ പരിഗണന നൽകേണ്ടത് ഫയർ സർവീസ് വാഹനത്തിനാണ് കേട്ടോ. അപ്പൊ ആംബുലൻസ് ഉണ്ട്, സ്കൂൾ ബസ്, പോലീസ് വാഹനം ഒക്കെ ഉണ്ടെങ്കിലും ഫയർ സർവീസ് വാഹനത്തിനാണ് എന്ത്? പ്രഥമ പരിഗണന നൽകേണ്ടത്. അടുത്തത്, ഒരു വാഹനം കെട്ടിവലിക്കുമ്പോൾ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത എത്രയാണെന്നാണ്. ഒരു വാഹനം കെട്ടിവലിക്കുമ്പോൾ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത എത്രയാണ്? 25 കിലോമീറ്റർ പെർ മണിക്കൂറാണ്. ഒരു ഇരുചക്ര വാഹനത്തിന് കേരളത്തിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത. ഇരുചക്ര വാഹനത്തിന് കേരളത്തിൽ പരമാവധി വേഗത എത്രയാണ് അനുവദിച്ചിട്ടുള്ളത്? എത്രയാണ്? ഓപ്ഷൻ ഡി 60 കിലോമീറ്റർ പെർ മണിക്കൂറാണ് കേട്ടോ. ഒരു റെന്റ് എ ക്യാബ് വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റിന്റെ നിറം ഏതെന്നാണ്? ഒരു റെന്റ് എ ക്യാബ് വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റിന്റെ നിറം ഏതെന്നാണ്? കറുത്ത പ്രതലത്തിൽ മഞ്ഞ അക്കങ്ങളും അക്ഷരങ്ങളും ആണ് ഉണ്ടാവുക നമ്പർ പ്ലേറ്റിൽ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫയർ ഓൺ അനുവദനീയമല്ലാത്ത വാഹനം. ഫയർ ഓൺ അനുവദനീയമല്ലാത്ത വാഹനം ഏതാണ്? ഇതൊന്നുമല്ല എന്നാണ് കേട്ടോ. മോട്ടോർ കാറ്, ബസ്, ഹെവി ഗുഡ്സിനൊന്നും ഫയർ ഓൺ അനുവദനീയമല്ല. ഓക്കെ. താഴെ പറയുന്നതിൽ ഏത് കുറ്റത്തിനാണ് വാഹനം ബന്ദവസിൽ എടുക്കാവുന്നത്? ഏത് കുറ്റത്തിനാണ്? മുകളിൽ പറഞ്ഞവയെല്ലാം. അതായത് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്, പെർമിറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്, സാധുതയുള്ള രജിസ്ട്രേഷൻ ഇല്ലാത്ത വാഹനം ഓടിക്കുന്നത്. ഹെവി വാഹനങ്ങളുടെ പാർക്കിംഗ് ബ്രേക്ക് സാധാരണയായി ഏത് സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ ബി ന്യൂമാറ്റിക് ആണ് കേട്ടോ. ന്യൂമാറ്റിക്. ഓക്കെ. ഇത്രയായിരുന്നു മക്കളെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യത്തെ 50 ക്വസ്റ്റ്യൻസ് ആണ് GK പാർട്ടിന് വരുന്നത്. ബാക്കി 50 ക്വസ്റ്റ്യൻസ് ഈ ഒരു സിലബസ് എന്നാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.